ബിഗ് ബോസ് മലയാളം ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്നലെ തൊട്ട് വൈൽഡ് കാർഡ് കയറിയത് മുതൽ ജാസ്മിൻ വിഷയത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. വൈൽഡ് കാർഡ് കയറുന്നു, സായി അകത്ത് പോകുന്നു, ജാസ്മിൻ അടുത്ത് വന്നിരിക്കുന്നു, അവർ തമ്മിൽ സംസാരിക്കുന്നു. അപ്പോൾ പുറത്ത് ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട് എന്ന് സായി ആരോട് പറയുന്നു? ജാസ്മിനോട് പറയുന്നു. അപ്പം ജാസ്മിൻ പറയുന്നു, ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സാണ്. എനിക്ക് പുറത്ത് ഞാനൊരാൾക്ക് വാക്ക് കൊടുത്തിട്ടാണ് വന്നത്. അയാളിപ്പോൾ അവിടെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ അയാൾക്ക് വാക്ക് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത് എന്നൊക്കെ ജാസ്മിൻ പറയുന്നു. അപ്പോൾ നമ്മുടെ സായി കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നു, കരയുന്നൊരു ആംഗ്യം കാണിക്കുന്നു. അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നു, ഫുൾ പ്രശ്നമാണോ എന്നൊക്കെ പറയുന്നു. സായി പറയുന്നു, ഒരു വോയിസൊക്കെ ലീക്കായി അദ്ദേഹത്തിൻ്റെ ഫുള്ള് പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നു. അപ്പം ജാസ്മിൻ ചോദിക്കുന്നു, അതിന് മാത്രം ഞാനിവിടെ എന്താ ചെയ്ത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാനും ഗബ്രിയും തമ്മിലൊരു ബന്ധവുമില്ലല്ലോ, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സാണല്ലോ, ഈ കെട്ടിപ്പിടിക്കുന്നു, ജസ്റ്റ് ഉമ്മ വെക്കുന്നു, ഹഗ് ചെയ്യുന്നതൊക്കെ എത്ര വലിയ പ്രശ്നമാണോ എന്നൊക്കെ ജാസ്മിൻ ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ സായി പറയുന്നു, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടില്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം. പ്രേക്ഷകർക്കിടയിലേക്ക് നിങ്ങൾ തമ്മിൽ ഉള്ള ബന്ധം എന്താണെന്ന് എത്തിയിട്ടില്ല, അത് ക്ലാരിഫൈഡ് ആയിട്ടില്ല. അത് ഫ്രണ്ട്ഷിപ്പാണോ, ലവ് ആണോ, വേറെ എന്തെങ്കിലും ആണോ എന്നൊന്നും പ്രേക്ഷകർക്കിടയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ ഇത്രയധികം നെഗറ്റീവും ചർച്ചാ വിഷയവും എല്ലാം ആയത് എന്ന് സായി പറയുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ബിഗ് ബോസ് ഇടപെടുന്നു, പുറത്തുള്ള കാര്യങ്ങൾ പറയരുത് എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴേക്കും സായി പുറത്തുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പോയി അറിയിച്ചു കഴിഞ്ഞു. ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയിക്കാനല്ല ഒരാളകത്തേക്ക് വിട്ടതും, അയാൾ അവിടെ ഗെയിം കളിക്കാൻ വിട്ടതാണ്. പക്ഷേ അയാൾ ചെയ്തത് പുറത്തുള്ള കാര്യങ്ങളൊക്കെ അവിടെ പോയി എത്തിച്ചു കൊടുക്കുകയാണ്. പിന്നെ അങ്ങനത്തെ ഒരു ഷോൻ്റെ ആവശ്യമില്ലല്ലോ. ലോകത്തിന് കഥയറിയാതെ എന്ന് പറഞ്ഞിട്ടല്ലേ ഷോ തുടങ്ങുന്നത്. എന്നിട്ട് ഒരു വൈൽഡ് കാർഡ്സിനെ കൊണ്ടുവന്നിട്ടും വൈൽഡ് കാർഡ്സ് പുറത്തുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് കാര്യം? വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടൊരു കാര്യമാണ് അവിടെ സായി ചെയ്തത്. വളരെ മോശപ്പെട്ടൊരു കാര്യമായി പോയി ചെയ്തു. എന്നിരുന്നാലും അങ്ങനെ ജാസ്മിൻ എല്ലാം അറിയുന്നു. ജാസ്മിൻ ആകെ തളർന്നു പോകുന്നു, തകർന്ന് തരിപ്പടമാകുന്നു. ഗബ്രിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. ഗബ്രി പറയുന്നു, അതിന് മാത്രം നമ്മളിവിടെ എന്താ ചെയ്ത് എന്നൊക്കെ പറയുന്നു. അപ്പം ജാസ്മിൻ പറയുന്നു, നിനക്കധികം പ്രശ്നമൊന്നുമില്ല. അപ്പം ഗബ്രി പറയുന്നു, അതെങ്ങനെയാണ്, നമ്മൾ രണ്ടാളും കൂടിയല്ലേ, പിന്നെ എങ്ങനെ നിനക്ക് മാത്രം പ്രശ്നമാവാന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു. അപ്പോൾ ജാസ്മിൻ പറയുന്നു, ഫുൾ പ്രശ്നം എനിക്കാണ്, എനിക്ക് എൻ്റെ വീട്ടിൽ ഇനി കയറാൻ പറ്റുമെന്നറിയില്ല, എൻ്റെ നാട്ടിൽ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ എന്താ ഗബ്രി ഇനി ചെയ്യുക, അതിന് മാത്രം ഞാൻ എന്താ തെറ്റ് ചെയ്ത്, ഞാൻ 23 വയസ്സ് മാത്രമുള്ളൊരു ചെറിയ കുട്ടിയല്ലേ എന്നൊക്കെ ജാസ്മിൻ ചോദിക്കുന്നു. അപ്പോൾ ഗബ്രി പറയുന്നു, നീ പേടിക്കണ്ട, നമുക്കൊക്കെ ശരിയാക്കാം എന്നൊക്കെ ഗബ്രി പറയുന്നുണ്ട്. അങ്ങനെ ജാസ്മിൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കടന്നു പോകുന്നു. പക്ഷേ ജാസ്മിൻ മെൻ്റലി വളരെയധികം തകർന്നു പോയിരുന്നു. അങ്ങനെ രാത്രിയാകുന്നു. രാത്രിയിൽ വീണ്ടും ഗബ്രിയും ജാസ്മിനും ഫുഡ് കഴിക്കുമ്പോൾ ഈ വിഷയം ചർച്ചയ്ക്ക് വരുന്നു. ജാസ്മിൻ പറയുന്നു, എനിക്ക് പുറത്തിറങ്ങിയാൽ ആരെങ്കിലും ഉണ്ടാവുമോ, എനിക്ക് പുറത്തേക്ക് പോകാൻ പേടിയാവുന്നു, എനിക്ക് ഇവിടെ തന്നെ ഇരുന്നാൽ മതി, പുറത്തേക്ക് ഞാനിനി എങ്ങനെ പോകും എന്നൊക്കെ ജാസ്മിൻ ഗബ്രിയോട് പറയുന്നു. അപ്പോൾ ഗബ്രി പറയുന്നു, നീ പേടിക്കണ്ട, നിനക്ക് ഞാനുണ്ട്, പുറത്ത് വേറെ ആരും ഇല്ലെങ്കിലും നിനക്ക് ഞാനുണ്ട്, ഞാൻ നിൻ്റെ വീട്ടുകാരോടൊക്കെ പറഞ്ഞ് എല്ലാം ശരിയാക്കാം, അതിന് ഞാൻ മുന്നോട്ട് വരും നിൻ്റെ കൂടെ എന്നൊക്കെ പറയുന്നു. എൻ്റെ വീട്ടുകാരെ ഞാൻ പറഞ്ഞാൽ കേൾക്കുമെന്നാണ് എൻ്റെ വിശ്വാസം, അതുപോലെ നിൻ്റെ വീട്ടുകാരെയും പറഞ്ഞ് ശരിയാക്കാൻ ഞാനും ശ്രമിക്കാം. ഇവിടുത്തെ അവസ്ഥകൾ ഇങ്ങനെയായിരുന്നു, അല്ലാതെ ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ല എന്ന കാര്യങ്ങളൊക്കെ നിൻ്റെ വീട്ടുകാരെ പറഞ്ഞ് റെഡിയാക്കാൻ ഞാൻ ശ്രമിക്കാം എന്നൊക്കെ ഗബ്രി പറയുന്നു. അങ്ങനെ ജാസ്മിൻ കിടന്ന് കരയുന്നു. ഗബ്രിക്ക് ജാസ്മിനെ സമാധാനപ്പെടുത്താൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഗബ്രി കൈമ പിടിക്കുമ്പോഴേക്ക് ജാസ്മിന് പേടിയാവുന്നു, പുറത്ത് എങ്ങനെ പോകും എന്നുള്ള ടെൻഷൻ വരുന്നു. കാരണം പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, പുറത്ത് രണ്ടുപേർക്കും കടുത്ത നെഗറ്റീവാണ് എന്ന കാര്യം ഗബ്രി ജാസ്മിനും അറിഞ്ഞല്ലോ. അതോടുകൂടി ജാസ്മിൻ്റെ കഥ കഴിഞ്ഞു. എന്നിട്ട് ഗബ്രി നേരെ പോയിട്ട് റസ്മിനെ വിളിക്കുന്നു. റസ്മിനാണെങ്കിൽ പനിച്ച് വിറച്ച് കിടക്കുക. അങ്ങനെ റസ്മിനെ എഴുന്നേറ്റ് വരുന്നു, ജാസ്മിനെ സമാധാനിപ്പിക്കാൻ വരുന്നു. പക്ഷേ ജാസ്മിൻ പറഞ്ഞു, എൻ്റെ അടുത്തേക്ക് ആരും വരല്ലേ, ഞാൻ കുറച്ച് നേരം ഇരുന്നോട്ടെ എന്നൊക്കെ പറയുന്നു. അങ്ങനെ റൂമിൽ നിന്ന് വീണ്ടും ഗബ്രി പുറത്തേക്ക് വരുന്നു. അവസാനം ജാസ്മിൻ ഗബ്രിയെ ആശ്വസിപ്പിക്കേണ്ട അവസ്ഥ വരുന്നു. ഗബ്രി കിടന്ന് കരയുകയാണ്. അവസാനം ജാസ്മിൻ കരച്ചിൽ നിർത്തിയിട്ട് ഗബ്രിയെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ രണ്ട് കൂട്ടരും കരച്ചിലോട് കരച്ചിൽ. അങ്ങനെ ആകെ മൊത്തം കരച്ചിൽ ബഹളമായിരുന്നു ഇന്നലെ നൈറ്റ്. അങ്ങനെ ഇന്ന് രാവിലെയാകുന്നു. അപ്പോൾ ഇന്ന് രാവിലെ അഭിഷേക് ജാസ്മിൻ്റെ അടുത്ത് ചോദിക്കുന്നു, നീ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നു. അതായത് നീ പുറത്തൊരാൾക്ക് വാക്ക് കൊടുത്തിട്ട് കമ്മിറ്റഡ് ആയിട്ടാണ് ഇവിടേക്ക് വന്നത്, എന്നിട്ട് നീ ഇവിടെ വന്നിട്ട് ഒരാളോട് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, അത് പുറത്തുള്ള ആളെ എങ്ങനെ ബാധിക്കും, അയാൾക്ക് അത് ഫീൽ ആവില്ലേ എന്നൊക്കെ ജാസ്മിനോട് നമ്മുടെ അഭിഷേക് ചോദിക്കുന്നു. അപ്പോൾ ജാസ്മിൻ പറയും, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ചെയ്തത്, ഞാൻ എൻ്റെ പുറത്തും ഫ്രണ്ട്സായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്, അത് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളൂ, അത് ഇത്ര മോശപ്പെട്ട കാര്യമാണോ എന്നൊക്കെ ജാസ്മിൻ ചോദിക്കുന്നു. അപ്പം അഭിഷേക് പറയുന്നു, നിനക്ക് പുറത്തൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ട്, അപ്പോൾ അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ വരില്ലേ, പിന്നെ അദ്ദേഹത്തിനത് ഫീൽ ആവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജാസ്മിൻ ഒഴിഞ്ഞു മാറി കളിക്കുന്നു.
അതിനിടയിൽ കൂടെ അഭിഷേക് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഗബ്രി നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, ഗബ്രിയുടെ ഇഷ്ടം ഉള്ളതാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ, ഗബ്രിക്ക് നിന്നോട് പ്രണയമുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ അത് സമ്മതിക്കുകയാണ് ചെയ്യുകയാണ്. അതായത് ഗബ്രി ജാസ്മിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന കാര്യം ജാസ്മിന് മനസ്സിലായി എന്ന കാര്യം ജാസ്മിൻ സമ്മതിക്കുകയാണ്. പക്ഷേ എനിക്ക് അവരോട് പ്രണയമൊന്നുമില്ല, പക്ഷേ സ്നേഹമുണ്ട് എന്ന് ജാസ്മിന് സമ്മതിക്കുന്നു. അങ്ങനെയാണ് ഇത്രത്തോളം ഇപ്പോൾ ഇവിടെ വരെ ലൈവിൽ എത്തിയിരിക്കുന്നത്. ഇത്രയാണ്. ഇനി അങ്ങോട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും വൈൽഡ് കാർഡ്സ് വന്നപ്പോൾ സായി പുറത്തുള്ള കാര്യങ്ങളൊക്കെ ജാസ്മിനെ അറിയിച്ചു. അഭിഷേക് നല്ല രീതിയിൽ ജാസ്മിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തേക്ക് ഇടുകയും ചെയ്തു. ഇതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ജാസ്മിൻ മെൻ്റലി നല്ല രീതിയിൽ തകർന്നിട്ടുണ്ട്, ഗബ്രിയും മെൻ്റലി നല്ല രീതിയിൽ തകർന്നിട്ടുണ്ട്. ഇനി പുറത്തിറങ്ങാൻ ജാസ്മിന് നല്ല പേടിയുണ്ട് എന്നാണ് ജാസ്മിൻ ഇപ്പം പറയുന്നത്. ഇനി മുന്നോട്ട് എന്താകുമെന്ന് കണ്ടു തന്നെ അറിയാം. ഏതു തന്നെയായാലും ഇപ്പോൾ ക്യാപ്റ്റൻ ആയതുകൊണ്ട് കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്ക് കടക്കേണ്ടത് കൊണ്ടും ജാസ്മിന് ആ സങ്കടം ഉള്ളിലൊതുക്കി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മെൻ്റലി ജാസ്മിൻ വളരെ തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്.